സീറ്റ് വിഭജനവുമായി സംബന്ധിച്ച വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ബി.ജെ.പി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ്. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ഉണ്ടാകുമെന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അനിശ്ചിതത്വം തുടരുകയാണ്. കെ സുധാകരനും അടൂർ പ്രകാശും സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ. സീറ്റ് വിഭജനം കോൺഗ്രസിന് തലവേദനയാകുന്നോ ജിഷ്ണു? അശ്വതി, ബി.ജെ.പി. കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് പുറത്തു വരാനുള്ളത്. നിലവിൽ ബി.ജെ.പി. 47 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബി.ജെ.പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. അതിൽ പ്രതീക്ഷിച്ചതുപോലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മഞ്ചേശ്വരത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കാഞ്ഞിരപ്പള്ളിയിൽ അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തുകയാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമായതും ഒപ്പം ബി.ജെ.പി. പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനും മലമ്പുഴയിൽ സി കൃഷ്ണകുമാറും മത്സരിക്കും. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസും സൗത്തിൽ ടി റെനീഷും രണ്ടുപേരും കൗൺസിലർമാരാണ്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് മത്സരിക്കുന്നത്. പൂഞ്ഞാറിൽ പി.സി. ജോർജും പാലായിൽ ഷോൺ ജോർജും ബി.ജെ.പിക്ക് വേണ്ടി കളത്തിലിറങ്ങും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് ബി.ജെ.പിക്ക് വേണ്ടി എത്തുന്നത്. അത്തരത്തിൽ 47 മണ്ഡലങ്ങളിലേക്കുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ഘട്ടം പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ ഒറ്റ പേരിലേക്ക് എത്താൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കണ്ണൂരിലും തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്തതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാളെ വീണ്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി സംസ്ഥാനത്തെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരമാവധി നാളെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അശ്വതി.